നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ വളരെ സവിശേഷമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. നിങ്ങളുടെ നക്ഷത്രദോഷങ്ങൾ മാറാൻ സഹായിക്കുന്ന ഒരിടമാണിവിടെ. അത് ഞാൻ പറയുന്നത് പുളിയറയിലെ അരുൾമികു സദാശിവമൂർത്തി ക്ഷേത്രത്തെക്കുറിച്ചാണ്. ചിന്ന ശൃംഗേരി അഥവാ ചെറിയ ശൃംഗേരി എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് പറയാൻ ഒരുപാട് കഥകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ദക്ഷിണാമൂർത്തി ക്ഷേത്രം എന്നാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിന്റെ യഥാർത്ഥ നാമം അരുൾമികു ശ്രീ സദാശിവമൂർത്തി ക്ഷേത്രം എന്നാണ്. അപ്പോൾ യാത്ര തുടങ്ങിയാലോ? നമ്മളെ ഈ ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് 27 പടികളാണ്. ഈ 27 പടികളും ഓരോ നക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ഓരോ നക്ഷത്രത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നക്ഷത്രദോഷങ്ങളാൽ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ 27 പടികൾ കയറി ഭഗവാനെ തൊഴുതാൽ അവരുടെ എല്ലാവിധ ദോഷങ്ങളും അകന്നു പോകുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. ഓരോ പടി കയറുമ്പോഴും നമ്മൾ ഓരോ നക്ഷത്രത്തെ വണങ്ങുന്നു എന്നാണ് ഇവിടുത്തെ സങ്കല്പം. സഹ്യപർവ്വതത്താൽ ചുറ്റപ്പെട്ട് വയലുകൾക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം നമുക്ക് വളരെ ശാന്തസുന്ദരമായൊരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് പിന്നിൽ വളരെ രസകരമായൊരു ഐതിഹ്യവുമുണ്ട്. പണ്ട് ഈ പ്രദേശങ്ങളിൽ ജൈനമതം പ്രബലമായിരുന്ന കാലത്ത് പ്രസിദ്ധമായ ചിദംബരം നടരാജ ക്ഷേത്രം അവരുടെ ഭരണത്തിന് കീഴിലായിരുന്നു അത്രേ. ആ സമയത്ത് ഒരു കൂട്ടം ശിവഭക്തർ അവിടുത്തെ നടരാജ വിഗ്രഹം സംരക്ഷിക്കാനായി എടുത്ത് തെക്കോട്ട് യാത്ര തിരിച്ചു അത്രേ. യാത്രയ്ക്കിടെ അവർ താമരകൾ നിറഞ്ഞൊരു വനപ്രദേശത്തെത്തി. ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കാൻ അവർ ആ വിഗ്രഹം ഒരു താമരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചു അത്രേ. ആ താമരക്കുളത്തിന്റെ ഉടമ ഒരു വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഈ വിഗ്രഹം പെടുകയും അദ്ദേഹം ഭക്തിയോടെ അതിനെ അവിടെ തന്നെ വെച്ച് സൂക്ഷിച്ച് ആരാധിച്ചു പോന്നു. കാലങ്ങൾക്ക് ശേഷം വിഗ്രഹം ഒളിപ്പിച്ചു വെച്ച ശിവഭക്തർ തിരികെ എത്തി വിഗ്രഹം ചിദംബരത്തേക്ക് തന്നെ കൊണ്ടുപോയി. ദിവസവും താൻ ആരാധിച്ചിരുന്ന വിഗ്രഹം കാണാതായപ്പോൾ ആ ഉടമയ്ക്ക് വലിയ ദുഃഖമായി. അദ്ദേഹം ശ്രീപരമേശ്വരന്റെ ദർശനത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ഭക്തന്റെ പ്രാർത്ഥന കേട്ട ഭഗവാൻ ശിവൻ ഒരു പുളിമരത്തിന്റെ ചുവട്ടിൽ സ്വയംഭുവായി പ്രത്യക്ഷപ്പെട്ടു. സ്വയംഭുവായ ഭഗവാനെ കണ്ട ഭക്തൻ ആ വിഗ്രഹത്തിന് സദാശിവം എന്ന നാമം നൽകിയത്രേ. ഈ അത്ഭുത വാർത്തയറിഞ്ഞ അന്നത്തെ രാജാവാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ഷേത്രം ഇവിടെ പണികഴിപ്പിച്ചത്. ഭഗവാൻ പുളിമരത്തിന് കീഴിൽ പ്രത്യക്ഷപ്പെട്ടത് കൊണ്ടാണത്രേ ഈ സ്ഥലത്തിന് പുളിയറൈ എന്ന നാമം വന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂലിംഗമായ സദാശിവമൂർത്തിയാണ്. എന്നാൽ ഈ ക്ഷേത്രത്തെ ഏറ്റവും സവിശേഷമാക്കുന്നത് ഇവിടുത്തെ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠയാണ്. സാധാരണയായി എല്ലാ ശിവക്ഷേത്രങ്ങളിലും ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹം തെക്കോട്ട് ദർശനമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സദാശിവമൂർത്തിക്കും പ്രവേശന കവാടത്തിലുള്ള നന്ദിക്കും ഇടയിലാണ് ദക്ഷിണാമൂർത്തിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ചകളിലും ഗുരുസംക്രമണ സമയത്തും ആയിരക്കണക്കിന് ഭക്തരാണ് ദക്ഷിണാമൂർത്തിയെ തൊഴാനായി ഇവിടെ എത്തുന്നത്. ഇവിടുത്തെ ദേവി വിഗ്രഹം ചിദംബരത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ശിവകാമി എന്ന നാമത്തിലാണ് ഈ ദേവി പ്രതിഷ്ഠ അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തെങ്കാശിയിലേക്ക് യാത്ര വരുന്നുണ്ടെങ്കിൽ പുളിയറയിലുള്ള ഈ ക്ഷേത്രം സന്ദർശിക്കാൻ മറക്കരുത്. ചരിത്രവും വിശ്വാസവും ഒത്തുചേർന്ന പുളിയറൈ സദാശിവമൂർത്തി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. മറ്റൊരു പുണ്യസ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.